ഇന്ത്യയിലെ ചില ആളുകൾക്ക് ഇപ്പോഴും തലയിൽ ബോധം തെളിഞ്ഞിട്ടില്ല എങ്കിലും വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് അങ്ങനെയല്ല. അതെത്രയോ നാളുകളായി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷമുള്ളൊരു മാറ്റമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സമാനതകളില്ലാത്ത ആദരവും ബഹുമാനവും. ശ്രീ നരേന്ദ്രമോദിയുടെ നയതന്ത്ര സവിശേഷത തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും. ഇന്ത്യയിൽ മൂന്നാമതും അധികാരത്തിൽ തുടരുന്ന മോദി ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുവാനാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്നും പുറപ്പെട്ടത്. ഫ്രാൻസിലെത്തിയ മോദിക്ക് ശ്രീ ഇമ്മാനുവൽ മാക്രോണിന്റെ നേതൃത്വത്തിൽ നൽകിയ വലിയ സ്വീകരണം തന്നെയാണ് അവിടെ ലഭിച്ചത്. പാരീസിൽ നടന്ന AI ഉച്ചകോടിയിൽ പങ്കെടുത്ത നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുവാനും ഭാവിയിൽ സൈനിക സഹകരണത്തിനും ഉതകുന്ന തരത്തിലുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പാക്കുകയായിരുന്നു പിന്നീട്. അതിനായി ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ സുപ്രധാനമായിട്ടുള്ള വിവിധ കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുവാനുള്ള കരാറിനൊപ്പം ഇന്ത്യൻ നാവികസേനയ്ക്കായി റാഫേൽ M യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും വാങ്ങുവാനുള്ള കരാറും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നടത്തിയിട്ടുമുണ്ട്. 63,000 കോടി രൂപ ചെലവിൽ നടക്കുന്ന കരാറിലൂടെ ഇന്ത്യയുടെ പഴകിയ 29K കപ്പലിനെ മാറ്റുകയും കൂടുതൽ പ്രവർത്തനക്ഷമതയും യുദ്ധസന്നദ്ധതയും വാഗ്ദാനം ചെയ്യുന്ന ജെറ്റുകൾ സ്വന്തമാകുന്നതോടുകൂടി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യൻ നാവികശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദക്ഷിണ ചൈന കടലിടുക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും സുരക്ഷാ ആശങ്കകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യയുടെ നാവികസേനയെ ആധുനികവൽക്കരിക്കുവാൻ സഹായിക്കുകയും ചെയ്യും ഈ കരാറുകൾ. ഇതിനിടയിൽ തെക്കൻ ഫ്രാൻസിലെ മാർസിയിൽ മോദിയും മാക്രോണും ചേർന്ന് സന്ദർശനം നടത്തുകയുണ്ടായി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി നിന്നുകൊണ്ട് ഈ തുറമുഖ നഗരത്തിൽ വെച്ച് ധീരമായി രക്ഷപ്പെടുവാൻ ശ്രമിച്ച വീര സവർക്കറുടെ സ്മരണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു മോദി. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആരും തന്നെ ഇന്നുവരെ ചെയ്യുവാൻ തയ്യാറാകാത്ത ഒരു കാര്യമാണ് ശ്രീ നരേന്ദ്രമോദി അവിടെ ചെയ്തത്. ഇന്ത്യക്ക് പുറത്തുപോയി മറ്റു വിദേശ രാജ്യത്ത് നിന്ന് ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്ത് ധീരമായി നിന്ന് അധിനിവേശ ശക്തികൾക്കെതിരായി പടപൊരുതി ജീവത്യാഗം ചെയ്തവരെ സ്മരിക്കുക എന്നുള്ളത്. VD സവർക്കറെ വിചാരണയ്ക്കായി ബ്രിട്ടീഷ് കപ്പലായ മൊറിയയിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും വഴി അദ്ദേഹം കപ്പലിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയും കടൽ നീന്തി കരയിൽ എത്തുകയും ചെയ്തുവെങ്കിലും ഫ്രഞ്ച് അധികൃതർ അന്ന് സവർക്കറെ പിടികൂടി കപ്പലിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ സവർക്കറെ ജയിലിലടക്കുന്ന കാര്യത്തിൽ ഫ്രഞ്ച് ജനത അന്ന് അനുകൂലിച്ചിരുന്നില്ല. എന്നാൽ അന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സെല്ലുലാർ ജയിലിൽ സവർക്കർക്ക് ജീവപര്യന്തം ശിക്ഷ നൽകിയതിനെ തുടർന്ന് നയതന്ത്ര തർക്ക വിവാദവും അക്കാലത്ത് ഉണ്ടായതാണ്. നരേന്ദ്രമോദി വീര സവർക്കറെ സ്മരിച്ചതിനോടൊപ്പം ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും രക്തസാക്ഷികളായിട്ടുള്ള ഇന്ത്യൻ സൈനികർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയുണ്ടായി. ഫ്രാൻസിലെ ഊഷ്മളമായ സ്വീകരണത്തിനും അംഗീകാരത്തിനും ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇനി പോകുന്നത് അമേരിക്കയിലേക്കാണ്. തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി വന്ന ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ട്രംപിന്റെ പുതിയ പരിഷ്കാരത്തിന്റെ ഭാഗമായി നാട് കടത്തപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരുടെയും കാലിൽ ചങ്ങലയിട്ട ഈ സംഭവം വിവാദമായിരിക്കെ അതിനുള്ള ഉത്തരവും കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ജനതയും.